നമസ്കാരം. അങ്ങനെ മേടമാസമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വിഷു ഇനി അധികം ദിവസങ്ങളില്ല എത്താൻ വേണ്ടിയിട്ട്. ഈ വിഷുക്കണി എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാൻ പറ്റുന്ന വേറൊരു പേരാണ് കണിക്കൊന്ന പൂവ്. ഇത്തവണ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ കണിക്കൊന്ന ഉണ്ടായിട്ടുണ്ട്. വേനൽ മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ പൂവെല്ലാം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിന് വിഷുവിന് വരെ നീണ്ടു നിൽക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളെ നമ്മുടെ കണിക്കൊന്നയും അതോടൊപ്പം തന്നെ കണിക്കൊന്നയുടെ ചെറിയൊരു ഐതിഹ്യവും ഞാൻ പറയാം. എല്ലാവർക്കും അറിയാം, എന്നാലും ഒരു രസത്തിന് നമുക്ക് ആ കഥ കൂടി ഒന്ന് കേൾക്കാം. പണ്ട് ഗുരുവായൂരമ്പലത്തിനടുത്ത് ഒരമ്മയും കുട്ടിയും താമസിച്ചിരുന്നു. അമ്മ കുട്ടിക്കെന്നും കൃഷ്ണലീലകളും കൃഷ്ണന്റെ കഥകളുമെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ കഥകളൊക്കെ കേട്ട കുട്ടിക്ക് കൃഷ്ണനോട് അഗാധമായൊരു ഇഷ്ടം തോന്നുകയാണ്. അവൻ എന്നും അമ്പലത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു. തൻ്റെ കൂടെ കളിക്കാൻ വരണമെന്നും കൂട്ടുകൂടാൻ വരണമെന്നും. കാലങ്ങൾ കടന്നുപോയി. ഭഗവാൻ തൻ്റെ കൂടെ കളിക്കാൻ വന്നില്ല. കുട്ടിക്ക് ഭഗവാനോട് പരിഭവം തോന്നി. ഒരു കൂട്ടുകാരനോട് എന്ന പോലെ കുട്ടി ഭഗവാനോട് പരിഭവം പറഞ്ഞു. ഇത് കേട്ട ഭഗവാന് കുട്ടിക്ക് തന്നോടുള്ള സ്നേഹവും അടുപ്പവും ഭക്തിയുമെല്ലാം കണ്ട് ഒരു ഉണ്ണിക്കണ്ണനായി കുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. കുട്ടിക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ അവർ മതിമറന്ന് കളിക്കുകയും കഥ പറയുകയും ചെയ്തു. വൈകുന്നേരമായപ്പോൾ ഭഗവാൻ തിരിച്ചു പോവാൻ നേരത്ത് കുട്ടിയുടെ ഈ സ്നേഹത്തിന് പകരമായി തൻ്റെ പൊന്നരഞ്ഞാണം കുട്ടിക്ക് സമ്മാനമായി നൽകി. കുട്ടി അത് അമ്മയെ കൊണ്ടുപോയി കാണിച്ചു. കുട്ടിയുടെ കയ്യിൽ ഭഗവാന്റെ അരഞ്ഞാണം ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ കരുതിയത് കുട്ടി ഇത് അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ചതാണ് എന്നാണ്. കുട്ടി പറയുന്നതൊന്നും അമ്മ വിശ്വസിച്ചില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതിരിക്കാൻ അമ്മ ഈ അരഞ്ഞാണം വാങ്ങി പുറത്തേക്ക് എറിഞ്ഞു. അരഞ്ഞാണം ചെന്ന് വീണതാകട്ടെ ഒരു കൊന്നമരത്തിലും. അപ്പോൾ തന്നെ ആ കൊന്നമരത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുകയും ആ പൂക്കൾക്ക് അരഞ്ഞാണത്തിൻ്റെ മണികൾ പോലെ രൂപമുണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് കണിക്കൊന്ന ഉണ്ടായത് എന്നാണ് ഐതിഹ്യം. ഈ കഥ തന്നെ വേറെ രീതികളിലുമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കഥ കമൻറ്റ് ചെയ്യുക. പണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഈ ഓരോ വീട്ടിൽ നിന്നൊക്കെ കണിക്കൊന്ന പൂ പറിച്ചിട്ട് ഈ കാലടി ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടുപോയി വിറ്റൊരു കഥയുണ്ട്. വലിയ ലാഭമൊന്നും കിട്ടിയിട്ടല്ല, എന്നാലും എന്തോ ഒരു വലിയ ബിസിനസ് ചെയ്തു എന്നുള്ളൊരു സന്തോഷവും. ചിലപ്പോൾ കിട്ടുന്നത് ഒരു 50 രൂപ 20 രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. എന്നാലും ആ സമയത്ത് കൂട്ടുകാരൊക്കെ കൂടി പോയി സൈക്കിൾ ചവിട്ടി കൊന്നപ്പൂ പറിച്ച് കൊണ്ടുപോയി വിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ റോട്ടിലൊക്കെ പിള്ളേർ വിഷുവിൻ്റെ തലേന്ന് വന്ന് നിന്ന് ഈ പൂവൊക്കെ വിൽക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് എന്തായാലും ഒരു കെട്ട് പൂവ് വാങ്ങാറുണ്ട്. അത് നമ്മൾ വാങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം, അതാണ് പ്രധാനമായിട്ടും അവിടെ നോക്കുന്നത്. നമുക്കെന്തായാലും ഇനി അങ്ങനത്തെ ഒരു കാലമൊന്നും തിരിച്ചു വരുമെന്ന് തോന്നണമൊന്നുമില്ല. ഇപ്പോൾ വിഷു തന്നെ ഒരു ദിവസം കടന്നു പോകുന്നത് പോലെ സാധാരണ രീതിയിൽ കടന്നു പോകും. പടക്കം പൊട്ടിക്കലും ആഘോഷങ്ങളെല്ലാം വളരെ ചുരുക്കമായിട്ട് മാറി. നമ്മൾ എത്രത്തോളം ഡെവലപ്പായി എന്ന് പറഞ്ഞാലും സാങ്കേതികപരമായി മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊക്കെ എന്നും ഈ പഴയ ഓർമ്മകളൊക്കെ തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് കഴിഞ്ഞു പോയ കാലത്തെ വിഷുവും ഓണവും ക്രിസ്മസും ഒന്നും ചിലപ്പോൾ ഇനി കിട്ടുമോ എന്ന് തന്നെ സംശയമാണ്. പണ്ടത്തെ പോലുള്ള ആഘോഷങ്ങൾ, ഒത്തുചേരലുകൾ ഇതെല്ലാം ഇല്ലാതായി തുടങ്ങി. കഴിഞ്ഞ കാലത്തിൻ്റെ കുറേ ഓർമ്മകളിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു അഡ്വാൻസ് ഹാപ്പി വിഷു നേരെയാണ്. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബൈ.